പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസാണ്. നമ്മളൊരു സാധനം എന്ത് ചെയ്യുന്നു? പൈസ കൊടുത്ത് വാങ്ങുന്നു. പൈസ കൊടുത്ത് വാങ്ങിയതിന് ശേഷം നമ്മളത് സെയിൽ ചെയ്യുമ്പോൾ നമുക്കത് ഇൻകമാണ്. പക്ഷേ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് എന്താണ്? നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അത് ഒരു എക്സ്പെൻസ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ് 10,000. 10,000 രൂപയ്ക്ക് നമ്മൾ എന്ത് വാങ്ങിക്കുന്നു? ഫർണിച്ചർ വാങ്ങിക്കുന്നു. അപ്പോൾ ഫർണിച്ചർ വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഫർണിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റാണ്. ഇവിടെ അസറ്റിന് എന്ത് സംഭവിക്കുന്നു? അസറ്റിന് ഇൻക്രീസ് ആവുന്നു. അസറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങിയത്. പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നിന്നും ക്യാഷ് എന്ത് സംഭവിക്കുന്നു? ക്യാഷ് കുറയുന്നു. ക്യാഷ് ഡിക്രീസ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്, ഫർണിച്ചർ അക്കൗണ്ടിന് ഞാൻ ഡെബിറ്റ് ചെയ്തു 10,000 കാണിച്ചു, ടു ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തു 10,000 കാണിച്ചു. നെക്സ്റ്റ്, പർച്ചേസ് ഫർണിച്ചർ ഫ്രം അനിൽ ക്രെഡിറ്റ് 10,000. നേരത്തെ പോലെ തന്നെ നമ്മൾ എന്താണ് വാങ്ങിയത്? ഫർണിച്ചർ തന്നെയാണ് വാങ്ങിയത്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? പൈസ കൊടുത്തിട്ടില്ല. അനിൽ എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ എത്ര കൊടുക്കാനുണ്ട്? 10,000 രൂപ കൊടുക്കാനുണ്ട്. നമ്മൾ കടത്തിനാണ് വാങ്ങിയത്. അപ്പോൾ ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിലോട്ട് വരുന്നു. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് കൂടുന്നു. അസറ്റ് കൂടിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറഞ്ഞ് 10,000 കാണിച്ചു. പക്ഷേ നമ്മളിവിടെ എന്ത് കൊടുത്തിട്ടില്ല? ക്യാഷ് നമ്മൾ കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഈ അനിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൺട്രി ക്രെഡിറ്റർ ആണ്. അതായത് നമ്മുടെ ബിസിനസ്സിന് ഇതൊരു ലൈബിലിറ്റിയാണ്. കാരണം നമ്മൾ എപ്പോഴായാലും ഇയാൾക്ക് പൈസ കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഇവിടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്, ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു അനിൽ അക്കൗണ്ട് ക്രെഡിറ്റ് 10,000. നെക്സ്റ്റ്, പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ് 10,000. നമ്മൾ എന്ത് വാങ്ങുന്നു? ഗുഡ്സ് ആണ് ഇപ്രാവശ്യം വാങ്ങിയത്. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യത്തില്ല. കാരണം ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് സെയിൽ ചെയ്യും. അപ്പോൾ ഇത് പർച്ചേസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? കാണിക്കും. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. ഇവിടെ എക്സ്പെൻസ് കൂടുന്നു. എക്സ്പെൻസ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളിവിടെ ക്യാഷ് കൊടുത്താണ് ഗുഡ്സ് വാങ്ങിയത്. ക്യാഷ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നിന്നും ക്യാഷ് പുറത്തോട്ട് പോകുന്നു. അതായത് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് 10,000.